ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഡെസ്ക് മേക്ക് ഓവർ ആയിട്ടാണ്. അപ്പോൾ ഞാൻ മുന്നേ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോയും. ജസ്റ്റ് ടേബിളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. നല്ല അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിത് എങ്ങനെ റെഡിയാക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം ഗൈസ്. അപ്പോൾ അതിലത്തെ ഒരുവിധം സാധനങ്ങൾ ഞാൻ മാറ്റി. ഇനി കുറേ അധികം സാധനങ്ങൾ നമുക്ക് മാറ്റാനുണ്ട്. പിന്നെ അത് മാറ്റി, ഇനി ഇത് മാറ്റണം, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റി അതൊക്കെ ഇങ്ങനെ ക്ലീനാക്കി. ഇനി ഈ ഒരു ഡെസ്ക് ഞാൻ ഒരു ജനലിൻ്റെ ഒക്കെ ഒരു സൈഡിലായിട്ട് വെച്ചു. അപ്പോൾ അവിടെ കുറച്ച് ഞാൻ അപ്പോൾ ഇവിടെയായിരുന്നു എൻ്റെ ടേബിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരെ അത് ഇങ്ങോട്ട് മാറ്റി കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ വെച്ചാൽ കുറച്ച് ഗുണം, ലൈറ്റൊന്നും ഇട്ടില്ലെങ്കിലും നല്ല വെളിച്ചം ഉണ്ടാവും. ജനലൊക്കെ തുറന്നാൽ നല്ല കറക്റ്റായിരുന്നു. പിന്നെ ഈ ഒരു ബോർഡിലൊക്കെ ഞാനല്ല, എൻ്റെ സിസ്റ്റർ കുറേ എന്തൊക്കെയോ വരച്ച് കൂട്ടിയിട്ടുണ്ട് ചെറുപ്പത്ത്. അപ്പോൾ അതൊക്കെ എനിക്ക് വാൾ സ്റ്റിക്കർ ഒട്ടിക്കണം. എന്നിട്ട് അവിടേക്ക് ഞാൻ എന്തായാലും ക്ലീൻ ആക്കും. ഒന്നില്ലെങ്കിൽ വാൾ സ്റ്റിക്കർ ഒട്ടിക്കണം, അല്ലെങ്കിൽ അവിടെ പെയിൻറ്റ് അടിക്കണം. എന്തായാലും ഇതിൽ രണ്ടിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നടക്കും. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ടേബിളിൽ വെച്ച് കൊടുത്തു. പിന്നെ ഇതിലൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് തുടച്ചെടുത്തു. പിന്നെ ഒരു വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒക്കെ ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല പൊടിയുണ്ട്, അത് കാരണമാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആയി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ കുറച്ച് മടിയായിരുന്നു, വൈകിയതാണ്. ഈ വീഡിയോ ഞാൻ ഡിസംബർ 28 ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. ജനുവരി 3 ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക, എനിക്കറിയില്ല. വോയിസ് ഓവർ ഞാൻ നല്ല ലൈറ്റായിട്ടാണ് ചെയ്തത്, അതാണ് കേട്ടോ. സാധനങ്ങളൊക്കെ ഞാൻ ഡെസ്കിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഇതൊരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ അതും വെച്ച് കൊടുത്തു. പിന്നെ ഇതൊരു കലണ്ടറാണ് ഗായ്സ്. ഞാൻ 2024 ഉണ്ടാക്കിയതാണ്. ഇനി അതൊന്നും വേണ്ട. അപ്പം ഞാൻ ജസ്റ്റ് അത് മാറ്റി. പിന്നെ ഒരു ഓർഗനൈസർ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ബട്ട് അതിൽ വലിയ കാര്യത്തിൽ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറുതായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ പൊടി ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ കളയുകയാണ് ഗൈസ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇതിൽ ഞാനൊക്കെ വൃത്തിയാക്കി കൊടുത്തു. സോ അതൊക്കെ ഞാൻ പൊടിയൊക്കെ കളഞ്ഞപ്പോൾ അത് നീറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് എന്തായിരുന്നു കുറച്ച് ഗ്ലിറ്റർ പേപ്പേഴ്സും പിന്നെ 4 ഷീറ്റ്സും പിന്നെ കളർ പേപ്പേഴ്സും ഒക്കെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ മുറിച്ച കളർ പേപ്പറൊക്കെ, പിന്നെ കുറേ വലിയ കളർ പേപ്പർ, യൂസ് ചെയ്യാത്ത കളർ പേപ്പറൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഓയിൽ പേസ്റ്റ്, അതിൻ്റെ ഒരു സെറ്റും അതിൽ വെച്ചെടുത്തു. പിന്നെ ഒരു ഡ്രോയിങ് ബുക്ക്. പിന്നെ നെക്സ്റ്റ് ഞാൻ കുറച്ച് A4 ഷീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ വെച്ച് കൊടുത്തു. പിന്നെ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഒരു കളർ ബുക്കല്ല, ഡ്രോയിങ് ബുക്കാണ്. അപ്പം ഞാൻ അതിൽ 2 ഡ്രോയിങ്സാണ് ചെയ്തേക്കുന്നത്. ഒന്ന് ഇതും പിന്നെ ഈ ഒരു മഷ്റൂമിൻ്റെ ഡ്രോയിങ് എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇനി വേറെ ഡ്രോയിങ്സൊക്കെ ഇതിൽ ചെയ്യണം. ഇപ്പോൾ 2 ഡ്രോയിങ്സാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതും ഞാൻ അവിടെ വെച്ച് കൊടുത്തു. പിന്നെ എൻ്റെ ഒരു ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോൺ, അപ്പം ഞാൻ ഇതെന്താന്ന് നോക്കിയിട്ട് അപ്പോൾ അപ്പോൾ ഞാനത് മാറ്റിക്കൊടുത്തു. ഇതൊക്കെ എന്തിനാണ് ഇതിൽ ഞാൻ പറയണതെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ മെയിൻ താരം എൻ്റെ ജേണൽ ബുക്കിൻ്റെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് മാറ്റിക്കൊടുത്തു, മീൻസ് അതിൻ്റെ ഒരു കവർ പേജൊക്കെ മാറ്റിക്കൊടുത്തു. പിന്നെ ജനലൊക്കെ ജസ്റ്റ് തുറന്നപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മെയിൻ താരം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ എയർ ഡ്രൈ ക്ലേ കൊണ്ട് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു സംഭവം. അപ്പോൾ അതും ഞാനവിടെ വെച്ച് കൊടുത്തു. പിന്നെ ജസ്റ്റ് എൻ്റെ പോക്കറ്റ് നോട്ട് ബുക്കും അതും അവിടെ ആയിട്ട് വെച്ച് കൊടുത്തു. എനിക്ക് ഇതൊക്കെ വളരെയധികം എനിക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ വെച്ചേക്കണത്. ഇഷ്ടമുള്ളത് എന്നല്ല, കൂടുതലും ആവശ്യമുള്ള സംഭവങ്ങൾ.
കൂടുതലും നമുക്ക് ആവശ്യം വരുമല്ലോ പെട്ടെന്ന് ആ ഒരു ഐറ്റംസാണ് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഞാൻ ടേബിളിൻ്റെ അടിയിലാണ്. പിന്നെ ഇത് മീൻസ് എന്തായിരുന്നു, ഇതിങ്ങനെ ജേർണലിങ് ചെയ്യാനും ഒക്കെ ഒരു ആവശ്യമാണ്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഡെസ്കിൻ്റെ കോലം. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് ഓർഡറിന് വേണ്ടിയിട്ടുള്ള ഫേക്ക് പാക്കിംഗ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് അത് ജസ്റ്റ് സൈഡിലായിട്ട് വെച്ച് കൊടുത്തു ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയും നീറ്റായിട്ടുണ്ട് എൻ്റെ ഡെസ്ക്. ഇനി 2 ദിവസമെങ്കിലും ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു എന്നാണ് എനിക്കുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് സന്തോഷമാണ്, അൽഹംദുലില്ലാ എനിക്ക് പറയാനുണ്ട്. കാരണം അത്രയ്ക്ക് നീറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും ഈ ഒരു ലുക്കും കൂടി കമ്പയർ ചെയ്താൽ എത്ര ഡിഫറൻസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ പുറത്തിലോട്ട് നോക്കിയപ്പോൾ നല്ല അധികം കാറ്റുണ്ടായിരുന്നു. ബട്ട് അത് വീഡിയോ എടുക്കുമ്പോൾ വലിയ കാര്യത്തിൽ കാറ്റൊന്നുമില്ല, പക്ഷേ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിളിൻ്റെ ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒക്കെ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വീഡിയോ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാൻ നെക്സ്റ്റോ അല്ലെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.